ചെടിയൊക്കെ വാടിത്തുടങ്ങി. എന്ത് ചെയ്യാനാ, കാലാവസ്ഥയും മാറി. ചൂടുള്ളപ്പോ തണുപ്പ്, തണുപ്പുള്ളപ്പോ ചൂട്. ഇതൊക്കെ ഇനി എവിടെ ചെന്ന് അവസാനിക്കുവോ? ഏതായാലും വെള്ളം ഒഴിച്ചു കൊടുത്തു നോക്കാം. ചേച്ചി, എന്താടി? ചേച്ചി, എന്റെ ആ പച്ച കല്ല് വെച്ചിട്ടുള്ള മാല ഉണ്ടോ? നമ്മളാ നീതു ചേച്ചിയുടെ കല്യാണത്തിന് വാങ്ങിയത്. അത് ഞാനെങ്ങനെ കാണാനാ? നീ വെച്ചെടുത്ത് തന്നെ ഉണ്ടാവും. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു സാധനം വെച്ചെടുത്ത് തന്നെ തിരിച്ചു വെക്കണമെന്ന്. എന്റെ പൊന്നു ചേച്ചി, ഞാനത് ആ പെട്ടിക്കകത്തിട്ട് സൂക്ഷിച്ചിരുന്നതാ. ഇപ്പൊ നോക്കുമ്പോ കാണുന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് ചേച്ചിയോട് ചോദിച്ചത്. ചുമ്മാ വഴക്ക് പറയാതെ ചേച്ചിക്ക് അറിയുമെങ്കിൽ പറ. എനിക്ക് ഇപ്പൊ നെക്ലേസ് ആവശ്യമുണ്ട്, അതല്ലേ. അതിന് നീ എവിടെ പോകുന്നു? എവിടെയെങ്കിലും പോണ്ടെങ്കിലേ നെക്ലേസിന്റെ ആവശ്യം. ഞാൻ ഏതായാലും അത് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. അത് എനിക്ക് വേണ്ടിയിട്ടല്ല ചേച്ചി, എൻ്റെ ഫ്രണ്ട് ഇല്ലേ നന്ദു, അവൾക്കൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഏതായാലും ആ നെക്ലേസ് ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അവൾക്കത് യൂസ്ഫുൾ ആണെങ്കിൽ അവൾ എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. കാര്യമൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഞാൻ ഈ സാധനം ഇവിടെ കണ്ടിട്ടില്ല. ഇനി പിള്ളേര് വല്ലതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു വെക്കണം. പോയി നോക്കട്ടെ, കിട്ടിയാ മതിയായിരുന്നു. ചേച്ചി എടുത്തിട്ടില്ലല്ലോ അല്ലേ? ദേ പിന്നെ. പൊക്കെ പോയി നിന്റെ പണി നോക്ക്. അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നു. എന്റെ അനു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ വെക്കുന്നിടത്തുനിന്ന് എടുക്കരുതെന്ന്? ഇനിയിപ്പൊ നീ അങ്ങനെ പറഞ്ഞു. ഇതിപ്പോ കാണാതായിരുന്നെങ്കിലോ? ഇത് എന്ന് ഇവിടെ നടക്കുന്ന കലാപരിപാടി കേട്ടോ. ഒരാളുടെ മാല കണ്ടില്ല, ഒരാളുടെ മാല കണ്ടില്ല, പിന്നെ ഹെയർ ക്ലിപ്പ് കണ്ടില്ല, ഹെയർ ബാൻഡ് കണ്ടില്ല. ഇവിടെ അല്ലിച്ചേച്ചി തൊട്ട് ഹിമക്കുട്ടി വരെയുള്ള എല്ലാവരുടെയും സാധനങ്ങൾ ഇതുപോലെ കാണാതാവുന്നത് എന്നുള്ള കലാപരിപാടിയാണ്. പിന്നെ ഇത് എവിടെയെങ്കിലും നോക്കിയാൽ കാണുമോ? അതും കാണൂല. ചിലപ്പോൾ ഒരു കമ്മൽ കിട്ടി ഒരു കമ്മൽ വേറെ എവിടെയെങ്കിലും കിടക്കും. അത് എന്നിവിടെയുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്ത് ചെയ്യാൻ, എന്നെ പോലെ എന്നെ ക്ലംസിയാണ് എൻ്റെ സിസ്റ്റേഴ്സും. ഞങ്ങളെല്ലാവരും ഇങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങൾ കാണാതാവുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സിസ്റ്റേഴ്സിന് എല്ലാവർക്കുമായിട്ട് കുറച്ച് ഓർണമെന്റ്സ് ഉണ്ടാക്കാമെന്ന് അറിഞ്ഞ് ഞാൻ വീണ്ടും കാട് കയറി പോവാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജയ്. അപ്പോൾ എന്നോട് ഒരുപാട് പേരായിട്ട് ചോദിക്കുന്നുണ്ട് ഡോൾ ഓർണമെന്റ്സ് ചെയ്യുമോയെന്ന്. അപ്പോൾ ഇതൊരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ആദ്യം മുതൽ അവസാനം വരെ കാണുക. നമ്മളിന്ന് 5 ഡിസൈൻസ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചോക്കേഴ്സ് അല്ലെങ്കിൽ നെക്ലേസ് സെറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് പാട്ടായിട്ട് പിന്നീട് കാണാം കേട്ടോ. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മേക്കിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ഓർണമെൻറ്റ്സിന് വേണ്ടിയിട്ടേ ഇതുപോലെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഇതുപോലെയുള്ള സാധനങ്ങൾ, അതായത് ബോൾ ചെയിൻസ്, സ്റ്റോൺ ചെയിൻസ്, കുന്തൻ സ്റ്റോൺസ്, പിന്നെ അതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ മാലയൊക്കെ പൊട്ടിയിട്ടോ അല്ലെങ്കിൽ കമ്മലിൻ്റെ ഒക്കെ ഇടയിൽ നിന്നുള്ള ആ സ്റ്റോൺസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്തെങ്കിലും ഗോൾഡ് റിബണോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ ഓൾഫിക്സ് ഗ്ലൂവോ അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂവോ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ലെറ്റ്സ് ബിഗിൻ. എ സിമ്പിൾ ചോക്കർ വിത്ത് ആൻ എമറാൾഡ് ടച്ച്. അപ്പം ഞാൻ ഇതുപോലെ ഒരു മാനിക്യൂൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അളവിലാണ് ഞാനിവിടെ നമ്മുടെ ഈ ഒരു ചോക്കർ ഉണ്ടാക്കാൻ പോണത്. കാരണം എന്താ വെച്ചാൽ ഞാനിത് ബാർബിക്ക് മാത്രമൊന്നും അല്ല ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ ഞാൻ ഉണ്ടാക്കുന്ന ഡോൾസിനും ബാർബിക്കും കൂടെ വേണമെന്ന് വെച്ചിട്ട് രണ്ടിൻ്റെയും കൂടെ ഒരു ആവറേജ് നെക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ മാനിക്യൂൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അളവ് എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ബാർബിക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ബാർബിയുടെ നെക്കിൻ്റെ അളവ് എടുത്തിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക. ഞാനിവിടെ ബോൾ ചെയിൻ ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സെൻറ്റർ പീസിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വൈറ്റ് കളറായിരുന്നു. അതുകൊണ്ട് അതിനൊരു കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു എമറാൾഡ് ലുക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ് പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു സ്റ്റോണിൻ്റെ ഷൈനിങ് ഒന്നും മാറില്ല. വേറെ ഏത് പെയിൻ്റ് ആണെങ്കിലും ഷൈനിങ് ഒക്കെ മാറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലാസ് പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്തു. അതിനുശേഷം ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുറ്റുമായിട്ടും സ്റ്റോൺ ചെയിൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുത്ത ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ബോൾ ചെയിനിൽ നിന്ന് തന്നെ ഈ ബീഡ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നല്ല ഭംഗിയുള്ള ഒരു സെൻറ്റർ പീസ് നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നിങ്ങളിത് ഈ ഒരു സ്റ്റോൺസൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒന്നിൽ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫെവിക്കോൾ ഓൾ ഫിക്സ് ഗ്ലൂ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓൾ ഫിക്സ് ആണ്
ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടേ ഫെവി ബോണ്ടോ ഫെവിക്കോളോ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോൺസ് നന്നായിട്ട് മങ്ങിപ്പോവും. അതുപോലെ ഫെവിക്കോളാണെങ്കിൽ നന്നായിട്ട് ഒട്ടിയിരിക്കുകയില്ല. ഇനി നമുക്കിങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ ചോക്കറിന് ഇയറിങ്സ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചോക്കറിന് നമുക്ക് ഡോളിന് ഇട്ട് കൊടുക്കുകയോ അതുപോലെ ഊരിയാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു എക്സ്റ്റൻഷൻ കോഡ് പോലെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സിൽക്ക് ത്രെഡ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വുളൻ ത്രെഡോ അങ്ങനെ എന്തെങ്കിലും എടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഈ 2 എൻഡും ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു മുത്ത് 2ലൂടെയും കയറ്റിയെടുക്കുകയാണ്. നമ്മൾ സാധാരണ നമ്മളുടെയൊക്കെ നെക്ലേസ് സെറ്റ്സിലൊക്കെ ഇതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ത്രെഡൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെയാണ്, അതേ മെക്കാനിസം തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മുത്ത് കയറ്റിയതിന് ശേഷം നമുക്ക് 2 എൻഡും കൂടെ ഒന്ന് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ആ മുത്ത് ഇങ്ങനെ ഇളകി പോവൊന്നുമില്ല. നമുക്ക് ഡോളിന് തലയിലൂടെ ഇത് ഇട്ട് കൊടുക്കാനും പറ്റും. ആ രീതിയിൽ ഞാൻ അഡ്ജസ്റ്റബിൾ ആക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സിമ്പിൾ ചോക്കർ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് അത് റെഡ് കളർ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ സെയിം സ്റ്റോൺ തന്നെയാണ്, ഞാൻ ഗ്ലാസ് പെയിൻറ്റ് റെഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടാക്കിയെന്നേ ഉള്ളൂ. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ്. സെക്കൻഡ് വൺ ഈസ് സ്പാർക്ലിംഗ് ഡയമണ്ട് ചോക്കർ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ചോക്കറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നേരത്തെ നമ്മൾ എടുത്ത പോലെ തന്നെ കുറച്ചും കൂടെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാം ഇതുപോലെ വൈറ്റ് കളറിലുള്ള കുന്തൻ സ്റ്റോൺ ആണ്. അപ്പോൾ ഞാനിത് ഗ്ലാസ് പെയിൻറ്റ് വെച്ചിട്ടാണ് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറമേ ആയിട്ട് നമ്മൾ സ്റ്റോൺ ചെയിനും ബോൾ ചെയിനും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ. എന്നിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് താഴെയായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഹാങ് ചെയ്തിട്ട് കുറച്ച് ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് കുഞ്ഞു മുത്തുകളാണ്. ഇതെല്ലാം നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് നമ്മൾ ഈ സെൻറ്റർ പീസിനെ നേരെ കൊണ്ടുപോയിട്ട് ഇതുപോലെ ഒരു റിബണിലേക്കാണ് ഒട്ടിച്ചു കൊടുക്കണേ. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ ബോൾ ചെയിനും സ്റ്റോൺ ചെയിനും ആൾട്ടർനേറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്ന സ്റ്റോൺ ചെയിൻസ്, ബോൾ ചെയിൻസ്, ബീഡ്സ്, സ്റ്റോൺസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാൻ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങാറുള്ളൂ, കാരണം ക്രാഫ്റ്റിന് വേണ്ടി മാത്രമായതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡയമണ്ട് ചോക്കർ. അപ്പോൾ നല്ല ഭംഗിയില്ല കാണാൻ, നല്ലൊരു ഷൈനിങ് ഒക്കെ ഉള്ള ഒരു ചോക്കറാണ്. A pretty gold necklace with a white stone touch. അപ്പോൾ ഈ ഒരു നെക്ലസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റൈൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഡയമണ്ട് പോലെ ഇരിക്കുന്നതാണ്, നമ്മളുടെ ഇത് കമ്മൽ എന്നൊക്കെ പറഞ്ഞു പോവില്ലേ, അങ്ങനെ ഒരു സ്റ്റോണാണ് കേട്ടോ അത്. അതിൻ്റെ ചുറ്റായിട്ട് ഇതുപോലെ ബോൾ ചെയിൻ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ബീഡ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കാരണം ആ ബോൾ ചെയിൻ കവർ ചെയ്ത് ഒട്ടിക്കുമ്പോൾ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബീഡ്സായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി സെക്കൻഡ് ലെയറായിട്ട് വീണ്ടും ബോൾ ചെയിൻ മാത്രം ഇങ്ങനെ എടുത്തിട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മതി, അത് ഒട്ടിയിരുന്നോളും. അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ 2 ലെയർ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് താഴെ ഒരു മുത്തും കൂടെ ഹാങ് ചെയ്യണ പോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ലേസ് ചെയ്യുമ്പോൾ ചോക്കറിനെക്കാട്ടിലും കുറച്ചും കൂടെ നീളത്തിൽ വേണമല്ലോ, കാരണം കുറച്ചുകൂടി താഴെയായിട്ടല്ലേ നെക്ലേസ് ധരിക്കുന്നത്. ഇനി നമ്മൾ ആ ഗോൾഡ് ബോൾ ചെയിനിലേക്ക് ഒരു ലോക്കറ്റ് പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച സെൻറ്റർ പീസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ ചെറുതാക്കി ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പീസസും കൂടെ ഉണ്ട്, അതും കൂടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 5 പീസ് വേണം. അപ്പോൾ സെയിം മാനറിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ലസ്. ഇനി നമുക്ക് കമ്മൽ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു നെക്ലസിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ജുംക്കയാണ്. അപ്പോൾ സാധാരണ ഇതൊരു ട്രഡീഷണൽ മോഡൽ ഒരു നെക്ലസ് ആയതുകൊണ്ട് ഞാൻ ജുംക്കയാണ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഐപ്പിന്നിനകത്തേക്ക് നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്.
ആണ്. എന്നിട്ട് പിന്നെ അങ്ങ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഈ ബീഡ് മാത്രം എടുത്തിട്ട് നമ്മളുടെ ബോൾ ചെയിനിൽ നിന്നുള്ള ആ ബീഡ്സ് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് നല്ല ക്ഷമയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കാരണം ഈ ബീഡ്സ് എന്ന് പറയുന്നത് വളരെ കുഞ്ഞാണ്. അപ്പോൾ ഇത് ചുറ്റും ഒട്ടിക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങിൽ കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ജുംക്കയുടെ ആകൃതി കിട്ടും. എന്നിട്ട് സ്റ്റോൺസ് എൻഡിങ്ങിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു ജുംക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ലസും ജുംക്കിയും. പ്രിറ്റി റൈറ്റ്? മോഡേൺ വൈറ്റ് ഗോൾഡ് ചോക്ക. അപ്പം നമ്മുടെ നാലാമത്തെ ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗോൾഡ് കളർ റിബൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് റിബണിൽ ഇങ്ങനെ ഗ്ലൂ തേച്ചതിന് ശേഷം ഞാനിവിടെ സിൽവർ കളറിലുള്ള ബോൾ ചെയിനാണ് എടുത്തിട്ടുള്ളത്. സിൽവറും ഗോൾഡും കൂടെ ഞാൻ ആൾട്ടർനേറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ 3 ലെയർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. അതിനുശേഷം സെൻറ്ററിൽ ഞാനൊരു സ്റ്റോൺ വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു മിഡിലായിട്ട് വെക്കുക. എന്നിട്ട് വെച്ച് നോക്കുക. അങ്ങനെ സിമ്പിളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഹാങ് ചെയ്തിട്ടും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുറകിലായിട്ട് ഇതുപോലെ ഓരോ മുത്തുകൾ കുറഞ്ഞു വരുന്ന രീതിയിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഗോൾഡ് ബോൾ ചെയിനും അതുപോലെ തന്നെ സിൽവർ ബോൾ ചെയിനും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ എൻഡ് റിസൾട്ട് വന്നിട്ട് നമുക്കൊരു വൈറ്റ് ഗോൾഡ് ചോക്കർ പോലെ കിട്ടും. ഇപ്പോൾ ഇതിന് പകരം ഗോൾഡ് തന്നെ ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല. അതിന് പകരം വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും. സിൽവറും വൈറ്റ് സ്റ്റോണും വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഡയമണ്ട് പ്ലാറ്റിനം നെക്ക് പീസായിട്ടൊക്കെ നമുക്ക് കിട്ടും. ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ചോക്കർ. ഇനി ഇതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കാരണം ഈ ഒരു ചോക്കർ വന്നിട്ട് ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നതുകൊണ്ട് അതിൻ്റെ ഇയറിംഗ് എന്നിട്ട് വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ നെക്ലസും ഇയറിംഗും. ഇത് കുറച്ച് മോഡേണും ഡിഫറൻറ്റും ഒക്കെയാണ്. എലഗൻറ്റ് നെക്ലസ് വിത്ത് എ ബ്യൂട്ടിഫുൾ ഡിസൈൻ. അപ്പോൾ ഈ ഒരു നെക്ലസിൻ്റെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിനകത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. എത്ര രീതിയിൽ ആ ഒരു കർവ് വേണമെന്നനുസരിച്ചിട്ട്. എന്നിട്ട് ബോൾ ചെയിൻ ആ ഒരു വരച്ചു കൊടുത്ത ആ ഒരു വരയെ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതൊന്ന് റഫായിട്ട് വരച്ചു കൊടുത്താൽ മതി, എങ്ങനെ നിങ്ങൾക്ക് വേണമെന്നനുസരിച്ച്. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിൽ ഓർക്കുക, ബാർബിക്കാണെങ്കിൽ ബാർബിക്ക് ഏതളവിലാണോ ഉണ്ടാക്കുക ആ രീതിയിൽ വേണം ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ആ രീതിയിൽ വെറുതെ റഫായിട്ട് വരച്ചു കൊടുക്കരുത്. നിങ്ങളുടെ ഡോളിനനുസരിച്ചിട്ട് ഉള്ള അളവിൽ വേണം ഉണ്ടാക്കാൻ. ഞാനിവിടെ ബോൾ ചെയിനും അതുപോലെ തന്നെ സ്റ്റോൺ ചെയിനും പിന്നെ ഒരു ഗോൾഡ് ചെയിൻ പോലെ നമ്മളുടെ സാധാരണ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെയിനാണ്, അതും കൂടി ഇതുപോലെ ഒട്ടിച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ഇയറിംഗ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇയറിംഗ് ആയിട്ട് ഞാനിവിടെ ജുംക്കയാണ് ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടെ ഒരു വലിയൊരു മുത്ത് എടുത്തിട്ട് സ്റ്റോൺ ചെയിൻ അതിനകത്തൂടെ കയറ്റി ഇടുന്നുണ്ട്. ഒരു ഹാങ്ങിങ് ജുംക്കയാണ്. മറ്റേത് കുഞ്ഞായതുകൊണ്ട് ഞാൻ ഹാങ്ങിങ് പോലെയൊന്നും ചെയ്തില്ല. ഇനി അത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ താഴെ ഒരു മുത്ത് ഇതുപോലെ ഹാങ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഇനി ഇപ്പം ഞാൻ ആ ഒട്ടിച്ച് വെച്ചത് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ജുംക്കയുടെ ചുറ്റുമായിട്ട് നമ്മൾ നേരത്തെ ബോൾ ചെയിൻ ഒട്ടിച്ചു കൊടുത്ത പോലെ തന്നെ ഇവിടെ സ്റ്റോൺ ചെയിൻ്റെ സ്റ്റോണുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചുറ്റും ഒട്ടിച്ചു കൊടുക്കണം. ക്ലാരിറ്റി ഇഷ്യൂസിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഫോണ് ഈ ഒരു ഷൂട്ട് ചെയ്യുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് എൻ്റെ കൈൻ്റെ ഏറ്റവും അടുത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കാണില്ല ഇത്. ഇനി അങ്ങനെ തന്നെ ചെയ്യുമ്പോഴും ഫ്ലാഷ് ചില സമയത്ത് ഓൺ ആക്കേണ്ടി വരും ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പം എനിക്ക് പ്രത്യേകിച്ച് ലൈറ്റൊന്നുമില്ല ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇൻഡോർ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് പ്രോബ്ലം വരുമ്പോൾ ഞാൻ ഫ്ലാഷ് ഓഫ് ആക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ലൈറ്റിൻ്റെ ഇഷ്യൂസ് ചെറുതായിട്ടുള്ളത്. എന്നാലും പ്രൊസീജിയറൊക്കെ വളരെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഈ ഒരു ജുംക്കയ്ക്ക് മുകളിലായിട്ട് നമ്മൾ ബോൾ ചെയിൻ ഒട്ടിച്ചില്ലേ അതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ട് അതും ഉണക്കാൻ വയ്ക്കാം. അപ്പം ഞാനിത് ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു നെക്ലേസിൻ്റെ നടുക്കായിട്ട് ഒരു സ്റ്റോണും കൂടി ഒട്ടിക്കാൻ തോന്നിയത്. അങ്ങനെ ഞാൻ ആ സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ നടുക്കൊട്ടിച്ച സ്റ്റോണിന് ഒരു പിങ്ക് ഷെയ്ഡ്
ഗ്ലാസ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു നെക്ലസും ജുംക്കിയും സെറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കിയ ഇയറിങ്സ് ഒക്കെ എങ്ങനെ ഡോളിന് ഇട്ട് കൊടുക്കുമെന്നല്ലേ, ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കാറാണ് പതിവ്. കാരണം ഞാൻ ഉണ്ടാക്കുന്ന ഡോൾസിന് പലതിനും ഇയറിൽ ഇങ്ങനെ ഹോളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ ബാർബീസ് നിങ്ങൾക്ക് അറിയാൻ വാങ്ങിക്കുമ്പോഴേ അതിന് ഹോളുണ്ടാവും ചെവിയിൽ ഇയറിങ്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഐ പിന്നോ അല്ലെങ്കിൽ മൊട്ടുസൂചി ആയാലും മതി. അതിങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. മൊട്ടുസൂചിയുടെ ആ ഷാർപ്പായിട്ടുള്ള എൻ്റെ ഒക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. മൊട്ടുസൂചി ആണെങ്കിൽ തുരുമ്പ് പിടിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഐ പിൻ യൂസ് ചെയ്യുന്നത് നല്ലത്. അങ്ങനെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ട്. ഇനി നമുക്ക് ഓരോരോ സെറ്റായിട്ട് നമ്മുടെ മാനിക്യൂനിൽ ഇട്ടിട്ടൊന്ന് കാണാം അല്ലേ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്ത ചോക്കർ സെറ്റ്. അപ്പോൾ ഇതിന് പകരം റെഡോ അല്ലെങ്കിൽ ഗ്രീനോന് പകരം വേറെ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുത്ത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത് ചെയ്ത ആ ഒരു ഡയമണ്ട് ചോക്കർ പോലത്തെ ആ ഒരു സെറ്റ്. ഞാനിത് വെളിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റ് വെച്ചിട്ട് ആ ഒരു തിളക്കം കാണുന്നില്ല. അപ്പോൾ ശരിക്കും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സെറ്റാണിത്. ഇനി ഇതാണ് നമ്മളുടെ ഗോൾഡ് നെക്ലസ് വിത്ത് ജുംക്ക സെറ്റ്. അപ്പോൾ ഇതും അതേ കുറച്ചും കൂടെ ബ്രൈറ്റാണ് നേരിട്ട് കാണുമ്പോൾ. ഇവിടെ കുറച്ച് ഡള്ളായിട്ടാണ് തോന്നണേ. ഇതാണ് നമ്മുടെ വൈറ്റ് ഗോൾഡ് ചോക്കർ വിത്ത് എ സിമ്പിൾ ഇയറിംഗ് ഡിസൈൻ. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് വളരെയധികം സിമ്പിളാണെന്ന് കണ്ടല്ലോ. അപ്പോൾ കുറച്ച് ക്ഷമയുണ്ടെങ്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മൾ അവസാനം ഉണ്ടാക്കിയിട്ടുള്ള നെക്ലസ് ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു പാർട്ട് 1 വീഡിയോ മാത്രമാണ് കേട്ടോ. ഇതിൻ്റെ പാർട്ട് 2 പാർട്ട് 3 പോലെ ഒരുപാട് ഓർണമെൻറ്റ്സ് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഞാൻ ടൈം കിട്ടുന്നതിനനുസരിച്ച് വീണ്ടും ഒരുപാട് ഡിസൈൻസ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ പറയുക. പിന്നെ ആദ്യമായിട്ടാണ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വെള്ളിയാഴ്ച കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.